ഹലോ, നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ആയിട്ടുണ്ട്. എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 5-നാണ്. നമുക്കിനി 2 മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ പോർഷൻസ് കവർ ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. കാരണം കോമ്പറ്റീഷൻ ഒട്ടും കുറവല്ല. ഓൾമോസ്റ്റ് 75,000-ന് മുകളിൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനും അത്രയും തന്നെ കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ വേക്കൻസീസ് വളരെ കുറവാണ്. നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം വളരെ ബേസിക് ക്വസ്റ്റ്യനിൽ നിന്നാണ് തുടങ്ങുന്നത്. കാര്യം PSC വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നല്ല കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, how many fundamental base quantities are there in SI system? ഇത് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും. The answer is 7. Length, mass, time, electric current, thermodynamic temperature, amount of substance and luminous intensityക്ക് വേണ്ടി ഇതൊക്കെ അളക്കാനായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. 1. Fundamental quantities are independent of each other. Speed is a fundamental quantity. Force is a derived quantity obtained from mass and acceleration. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ 1 നമ്മുടെ എന്തായാലും കറക്റ്റാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. പക്ഷേ സ്പീഡിന് നമ്മൾ SI യൂണിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. അത് നമ്മൾ ഡിറൈവ് ചെയ്തല്ലേ എടുക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡിന് യൂണിറ്റൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല. അപ്പോൾ നമുക്ക് 2 ഉള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. ബിയും പോവും, ഡിയും പോവും. പിന്നെ തേർഡ് ഓപ്ഷൻ നോക്കിയേ, ഫോഴ്സ് ഇസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം മാസ് ആൻഡ് ആക്സലറേഷൻ. നമുക്കറിയാം F=ma. അത് ഡിറൈവ്ഡ് ആണല്ലോ. ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? അത് ഈസി ക്വസ്റ്റ്യൻ അല്ലേ? മാസ് ആണോ? അല്ല. ടൈം ആണോ? അല്ല. ഇലക്ട്രിക് കറണ്ട് ആണോ? അല്ല. ഡിറൈവ്ഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രഷർ ആയിരിക്കും. നെക്സ്റ്റ്, SI യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇവിടെ ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനോടാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഓടി കയറി ചിലർ ലക്സ് കൊടുക്കും. പക്ഷെ അത് തെറ്റാണ്. എൻ്റെ ആൻസറാണ് ക്യാൻഡില. ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇല്യൂമിനൻസിൻ്റെ യൂണിറ്റാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരുന്നത്, അല്ലാതെ ഇൻറ്റൻസിറ്റിയുടെ അല്ല. ഓക്കെ. ദെൻ ദ SI സിസ്റ്റം വാസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് ഇയർ? ഈ ഇയറൊക്കെ PSC സാധാരണ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ ഈസ് 1960. 1960-ലാണ് SI സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. Now next, which of the following correctly pairs a physical quantity with its SI unit? ഇലക്ട്രിക് കറണ്ടിൻ്റെ കെൽവിൻ ആണോ? അല്ലല്ലോ. ഏതാണ്? ആംബിയർ ആണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ ആംബിയർ ആണോ? അല്ല, കെൽവിൻ ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡില. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതല്ലേ. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ എന്താണ്? റേഡിയൻ ആണോ? അല്ല, മോളാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ്, 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ഓഫ് SI സിസ്റ്റം. 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടെ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റേഡിയനും സ്റ്റെറേഡിയനുമാണ്. അത് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 യൂണിറ്റ്സ് ആണ്. ഇനി റേഡിയൻ ആണെങ്കിൽ പ്ലെയിൻ ആംഗിളിനും സ്റ്റെറേഡിയൻ ആണെങ്കിൽ സോളിഡ് ആംഗിളിനുമാണ് യൂസ് ചെയ്യുന്നത്.
So next, in FPS system or British system, the unit of mass is എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ FPS ഒന്ന് നമ്മൾ അതിൻ്റെ ഫുൾ ഫോം നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. എഫ് അതിനകത്തെ ഫുട്ടാണ്, FOOT ഫുട്ട്. പി എന്ന് പറഞ്ഞാൽ പൗണ്ടാണ്. ദെൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്. ഫുട്ട് എന്ന് പറയുന്നത് ലെങ്ത് അളക്കാൻ, പൗണ്ട് എന്ന് പറയുന്നത് മാസിനും, സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിനും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? യൂണിറ്റ് ഓഫ് മാസ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ? പൗണ്ട്. ഓപ്ഷൻ സി പൗണ്ട്. നെക്സ്റ്റ്, the CGS unit of force is dyne. What is its equivalent in SI unit? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫോഴ്സിൻ്റെ CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റാണ് ഡൈൻ. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ SI യൂണിറ്റിലുള്ള ഇതുമായിട്ട് എങ്ങനെയാണത് റിലേറ്റഡ് ആയിരിക്കുന്നതെന്നാണ്. നമുക്കറിയാം SI യൂണിറ്റിലാണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ഡൈൻ എത്ര ന്യൂട്ടൺ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 ഡൈൻ എത്ര ന്യൂട്ടൺ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ 10⁻⁻5 ആണ്. ഇനി തിരിച്ചു പറഞ്ഞാലോ, 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁻5 ഡൈൻ ആയി. ഇത് തിരിച്ച് മറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ കൺഫ്യൂസിങ് ആണ്. ഈ -5ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇനി the CGS unit of energy is erg. How many erg are equal to 1 joule? ഇതും നമ്മൾ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ എനർജിയുടെ 1 ജൂള് എത്ര എർഗ് ആണെന്ന് നമുക്കറിയണം. ഒരു എർഗ് എത്ര ജൂളാണെന്നും അറിയണം. ഓക്കെ, ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ്. അപ്പോൾ ഒരു എർഗ് എന്ന് പറയുന്നത് 10⁻⁻7 ജൂളായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂസിങ് ആണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും -7ഉം 7ഉം തമ്മിൽ മാറിപ്പോവും. ഇതേപോലെ ഡൈനിൻ്റെയും ന്യൂട്ടൻ്റെയും കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ദ ഡൈമെൻഷണൽ ഫോർമുല ഫോർ വെലോസിറ്റി ഈസ്. വെലോസിറ്റിയുടെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഡൈമെൻഷണൽ ഫോർമുല ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ നോക്കുക. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. ദെൻ ടൈം എന്ന് പറയുമ്പോഴോ ടി. ഈ ടി മുകളിലേക്ക് പോകുമ്പോൾ എന്താ? L(T⁻⁻1). ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. Now, the dimensional formula of force is mL(T⁻²). This is derived from. ഈ പറഞ്ഞിരിക്കുന്ന ഏത് ഇക്വേഷനിൽ നിന്നാണ് ഈ ഒരു ഡയമെൻഷണൽ ഫോർമുല വന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഡയമെൻഷണൽ അനാലിസിസിലൂടെ അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം F = ma. പിന്നെ അധികം ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു ആൻസർ മാർക്ക് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒരുപാട് ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ, വിച്ച് പെയർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാസ് ദ സെയിം ഡയമെൻഷണൽ ഫോർമുല? ഇതിൽ ഏതിനാണ് സെയിം ഡയമെൻഷണൽ ഫോർമുല വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വർക്കും ടോർക്കുമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത്തിൻ്റെ ഡയമെൻഷനുള്ള സാധനമാണ്. അഗെയിൻ ടോർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ്. അവിടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തിൻ്റെ ഡയമെൻഷനുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂസിൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് വർക്കിൻ്റെയും ടോർക്കിൻ്റെയും ആണ് സെയിം ഡയമെൻഷൻസ് വരുന്നത്. Now, the dimensional formula mL(−1) T⁻⁻2 എന്തിൻ്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതായത് വെലോസിറ്റി ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ L(T⁻⁻1) എന്ന് വരും. ഇനി മൊമെൻ്റം ആണെങ്കിലോ m × v ആണ്. m എന്ന് പറയുമ്പോൾ
മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ ഓൾറെഡി L(T)⁻⁻1 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതുമല്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഏതായിരുന്നു? പ്രഷർ. പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ ഏരിയയാണ്. ഫോഴ്സിനെ നമുക്ക് ഓൾറെഡി അറിയാം, mL(T)⁻2 ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത്തിൻ്റെ സ്ക്വയറാണ്. ഇതും ഇവിടുത്തെ ഒരെണ്ണം കൂടെ വെട്ടിപ്പോൾ പിന്നെ mL(−1 T)⁻2 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്നിട്ട് ഈ പറയുന്നതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ബോത്ത് സൈഡ്സ് ഓഫ് എ കറക്റ്റ് ഫിസിക്കൽ ഇക്വേഷൻ മസ്റ്റ് ഹാവ് ഐഡൻറ്റിക്കൽ ഡയമെൻഷൻസ്. The quantities with the different dimensions can be added together. That is the foundational principle of dimensional analysis. ഇതിനകത്തെ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയേ, ബോത്ത് സൈഡ്സ് ഓഫ് ഫിസിക്കൽ ഇക്വേഷൻ മസ്റ്റ് ഹാവ് ഐഡൻറ്റിക്കൽ ഡയമെൻഷൻ. അത് കറക്റ്റാണ്. അതായത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡയമെൻഷൻസ് കറക്റ്റായിട്ട് വരണം. ദെൻ ക്വാണ്ടിറ്റീസ് വിത്ത് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ക്യാൻ ബി ആഡഡ്. അത് തെറ്റാണ്. കാരണം നമുക്ക് ചക്കയും മാങ്ങയും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് പറയാറില്ലേ, അതുപോലെ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാകുമ്പോൾ ബിയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് എ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അതും കറക്റ്റാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, നൗ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. നമ്മൾ ലിമിറ്റേഷൻസ് പറയുമ്പോൾ ആദ്യമേ പറയുന്ന ഒരെണ്ണമാണ്, നമുക്കിതിൽ ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇറ്റ് കനോട്ട് ഫൈൻഡ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് ലൈക്ക് പൈ in equations. ഇനി using dimensional analysis, check which of the following equation is dimensionally incorrect എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ 3 എണ്ണം കറക്റ്റും ഒരെണ്ണം തെറ്റുമായിരിക്കും. ഇനി നിങ്ങൾ ഇവിടെയും സമയം അധികം കളയാതെ നോക്കണം. കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻസ് പരിചയമുണ്ടോയെന്ന് നോക്കാം. v = u + at, s = ut + ½ at², v² = u² + 2as. ഇത് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് അല്ലേ? അപ്പോൾ ഈ 3 എണ്ണവും ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ടല്ലേ വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 3 എണ്ണം ഡയമെൻഷനലി കറക്റ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. അവിടെ നിങ്ങൾ കുറച്ച് ടൈം ലാഭിക്കാൻ ശ്രമിക്കുക. അറിയുന്ന ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഓൾറെഡി നിലവിലുള്ളതാണ്, ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടേ ഇല്ലാത്തതാണെങ്കിൽ അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. നൗ ആക്യുറസി ഇൻ മെഷർമെൻറ്റ് റെഫേഴ്സ് ടു. ഇനി ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യനാണ് ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ളൊരു ഡിഫറൻസ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറി ചോദിക്കാറുണ്ട് എല്ലാ എക്സാംസിനും. ഇനി ആക്യുറസി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ട്രൂ വാല്യൂ ഉണ്ടാവും. ആ ട്രൂ വാല്യൂവിനോട് എത്ര അടുത്താണ് നമുക്കിപ്പോൾ കിട്ടിയ ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നതിനെയാണ് ആക്യുറസി എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, എനിക്ക് കിട്ടിയത് 9.9 ആണെങ്കിൽ ആ വാല്യൂ ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് കിട്ടുന്ന വാല്യൂ 7 ആണെങ്കിൽ അതൊരിക്കലും ആക്യുറേറ്റ് അല്ല. കാരണം 7ഉം 10ഉം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി പ്രിസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറേ തവണ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം ഒരു റിപ്പീറ്റഡ് ഫാഷനിലായിരിക്കും. ഇപ്പോൾ എനിക്ക് 4.5 എന്ന് പറഞ്ഞ വാല്യൂ 4 തവണ കിട്ടി. ഞാൻ 5 തവണ മെഷർമെൻ്റ് എടുത്തപ്പോൾ അതിൽ 4 തവണയും എനിക്ക് 4.5 എന്നുള്ള വാല്യൂ കിട്ടി. പക്ഷേ എൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിയ വാല്യൂവിനെ ഞാൻ പറയുന്ന പേരാണ് പ്രിസൈസ് വാല്യൂ എന്ന്. പക്ഷേ ഇത് ട്രൂ വാല്യൂവിന് അടുത്താണോ? അല്ല. അപ്പോൾ ഇത് ആക്യുറേറ്റ് അല്ല, പക്ഷേ എന്താണ്, പ്രിസൈസ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ,
ഇനി ക്വസ്റ്റ്യനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, ആക്യുറസി ഇൻ മെഷർമെൻറ്റ് റെഫേഴ്സ് ടു ഡാഷ്, ദറ്റ് ഈസ് ഹൗ ക്ലോസ് എ മെഷേർഡ് വാല്യൂ ഈസ് ടു ട്രൂ വാല്യൂ. ഓക്കെ, ഇനി നോക്കി നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് ഹൗ ക്ലോസ് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് ആർ ടു ഈച്ച് അതർന്ന്. അത് പ്രിസിഷൻ്റെ ഡെഫിനേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. The student measures 5 times ലെങ്ത് 5 times. എന്നിട്ട് അയാൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, ഈ വാല്യൂസ് ആക്യുറേറ്റ് ആണോ പ്രിസൈസ് ആണോ രണ്ടും കൂടെ ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിയേ, ഇവിടെ ഒരു റെപ്പറ്റീഷൻ നിങ്ങൾ കാണുന്നു. 12.34 1 2 3 തവണ 12.34 വരുന്നുണ്ട് അല്ലേ. 3 തവണ റിപ്പീറ്റഡ് വാല്യൂസ് വന്നു. പക്ഷേ അത് ഇതിന് ക്ലോസ് ആണോ? അല്ല. ക്ലോസ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നോട്ട് ആക്യുറേറ്റ് ആണ്. പക്ഷേ ഇനി റിപ്പീറ്റഡ് വാല്യൂസ് നമുക്ക് കിട്ടി. റിപ്പീറ്റഡ് വാല്യൂസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് പ്രിസൈസ് വാല്യൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റ എന്താണ്? പ്രിസൈസ് ആണ്, പക്ഷേ ആക്യുറേറ്റ് അല്ല. അതായത് റിപ്പീറ്റഡ് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അത് ട്രൂ വാല്യൂവിൻ്റെ അടുത്തൊന്നും അല്ല. ഓക്കെ, ഇനി വിച്ച് ടൈപ്പ് ഓഫ് എറർ ഓൾവേസ് ഒക്കേഴ്സ് ഇൻ സെയിം ഡയറക്ഷൻ, ഓൾവേസ് ടു ഹൈ or always too low and can be corrected by calibration. എപ്പോഴും ഒരേ ഡയറക്ഷനിൽ സംഭവിക്കുന്ന എറേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് സിസ്റ്റമാറ്റിക് എറർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യുമോ, എൻവയോൺമെൻറ്റ് മാറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന രീതി അതൊന്ന് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ എറർ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് എല്ലാ വാല്യൂസിലും ഒരേ കൈൻഡ് ഓഫ് എറർ ആയിരിക്കും വരാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഫസ്റ്റ് വൺ, റാൻഡം എറേഴ്സ് ഒക്കർ അൺപ്രെഡിക്റ്റബിളി ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അത് കറക്റ്റാണ്. ആ പേരിൽ തന്നെയുണ്ട് റാൻഡം എറേഴ്സ്, റാൻഡമായിട്ട് ഒക്കർ ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിസം ഒക്കെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫോണോ അല്ലെങ്കിൽ വാച്ചോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അതുവഴി എന്തെങ്കിലും പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. പക്ഷെ അത് എപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് വെക്കാതിരുന്നാൽ മതി. റാൻഡമായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു എററാണ് അവിടെ. ഓക്കെ, അത് ഏത് ഡയറക്ഷനിലാണ് ഒക്കർ ചെയ്യുന്നതെന്നോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊന്നും നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, നൗ random errors are reduced by taking many repeated measurement and averaging. അത് കറക്റ്റാണ്. റാൻഡം എറേഴ്സ് ഒക്കർ ചെയ്തു, പക്ഷെ അത് ഒരു തവണ ഒക്കെ ചിലപ്പോൾ ഒക്കർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്പർ ഓഫ് എന്ത് ചെയ്യണം, റീഡിങ്സ് എടുക്കണം. ഇനി തേർഡ് വൺ, സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ റെഡ്യൂസ്ഡ് ബൈ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ബിക്കോസ് സിസ്റ്റമാറ്റിക് എററിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേക തരം കാരണം കാണും. ആ കാരണം നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും, റെക്ടിഫൈ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്പർ ഓഫ് മെഷർമെൻ്റ് എടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ കറക്റ്റ് ചെയ്യാതെ കൂടുതൽ നമ്പർ ഓഫ് മെഷർമെൻ്റ് എടുത്ത് അവിടെ നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ തേർഡ് വൺ നമ്മുടെ തെറ്റാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2 only. ഇനി ബാക്ക്ലാഷ് എറർ ഇൻ സ്ക്രൂ ഗേജ് എന്തുകൊണ്ടാണ് ഒക്കർ ചെയ്യുന്നതെന്ന്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്ലേ ബിറ്റ്വീൻ ദ സ്ക്രൂ ആൻഡ് ഇറ്റ്സ് നട്ട് വെൻ റൊട്ടേഷൻ ഡയറക്ഷൻ ഈസ് റിവേഴ്സ്. നമ്മുടെ സ്ക്രൂ ഗേജിനകത്ത് നമ്മളോട് എപ്പോഴും പറയാറുണ്ട് ഒരേ ഡയറക്ഷനിലെ ആ സ്ക്രൂ ഇങ്ങനെ തിരിക്കാവുള്ളൂ. അത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ എറേഴ്സ് കൂടുതൽ വരും. അതിനെ പറയുന്ന പേരാണ് ഈ ബാക്ക്ലാഷ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി if z is equal to a plus b, what is the rule for combining errors? ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് അഡീഷൻ ഫോമിലാണ് തന്നിരിക്കുന്നത്. z is equal to a plus b. ഇനി z is equal to a minus b ആണെങ്കിലും നമ്മൾ സെയിം കാര്യം തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആബ്സല്യൂട്ട് എറർ എടുക്കും. ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഡെൽറ്റ എ. എയ്ക്കകത്തെ എററാണ് ഡെൽറ്റ എ. അപ്പോൾ ബിക്കകത്തെ എറർ എന്തായിരിക്കും? ഡെൽറ്റ ബി. എന്നിട്ട് നമ്മൾ ടോട്ടൽ എറർ എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് രണ്ടിനെയും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇത് ഏതൊക്കെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന കേസിൽ ആബ്സല്യൂട്ട് എറർ എടുക്കുക. ആബ്സല്യൂട്ട് എറർ ഇൻ എ എന്ന് പറയുന്നത് ഡെൽറ്റ എയും ആബ്സല്യൂട്ട് എറർ ഇൻ ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബിയുമാണ്. അപ്പോൾ ടോട്ടൽ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അതായത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അതും ആരെ? ആബ്സല്യൂട്ട് എറേഴ്സിനെ ആഡ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ്, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന് പകരം ഡിവിഷൻ ആണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക, എ ബൈ ബിയും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സെയിം പ്രൊസീജിയറാണ്. അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ ഒരേ രീതിയിലാണ് എറർ കണ്ടുപിടിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആബ്സല്യൂട്ട് എറർ അല്ല, അവിടെ നമ്മൾ റിലേറ്റീവ് എററാണ് കണ്ടുപിടിക്കുന്നത്. ഈ റിലേറ്റീവ് എറർ ഇൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ ആണ്. റിലേറ്റീവ് എറർ ഇൻ ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബി ബൈ ബി ആണ്. അപ്പോൾ ടോട്ടൽ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ സെഡ് ബൈ സെഡ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഇതിനെ രണ്ടിനെയും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വിട്ടാൽ മതി. നിങ്ങൾ ഓർക്കണം, ഇവിടെ റിലേറ്റീവ് എററാണ് ആഡ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഇനി if z is equal to a cube, the relative error in z is. റിലേറ്റീവ് എറർ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഡെൽറ്റ z ബൈ z ആണ്. വെറും എയിലെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഡെൽറ്റ എ ബൈ എ. റിലേറ്റീവ് എറർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇനി പക്ഷേ ഇവിടെ ഒരു പവർ ഉണ്ട് എയ്ക്ക് അല്ലേ, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആ പവറിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ആ പവറായിട്ടുള്ള 3യെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഏതിലാണുള്ളത്? ഓപ്ഷൻ സി. ഓക്കെ. ഇനി ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ്. നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. 0.1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.01 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾ എന്താ ഡിറൈവ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. ഇത് നോർമൽ കേസിലാണ്. വേറെ വാല്യൂസ് ഇട്ട് തരുവാണെങ്കിൽ അന്നേരം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ദ ഇന്നർ ജോസ് ഓഫ് എ വെർനിയർ കാലിപ്പർ ആർ യൂസ് ടു മെഷർ ഡാഷ്. ഇന്നർ ജോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെർനിയർ കാലിപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ പുലിപ്പല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ഈ സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ഹോളോ ട്യൂബ്സ്. ഇങ്ങനെ ട്യൂബ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഡയമീറ്റർ ഇല്ലേ, ഔട്ടർ ഡയമീറ്റർ അല്ല, ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Now the least count of a screw gauge with a pitch 1 millimeter and 100 circular scale division is dash. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനാണ് പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷനാണ്. അപ്പോൾ പിച്ച് നമുക്ക് ഓൾറെഡി തന്നു 1 മില്ലിമീറ്റർ, ഡിവിഷൻ ഓഫ് 100, അപ്പോൾ 0.01 ആണ് എൻ്റെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ദ പിച്ച് ഓഫ് എ സ്ക്രൂ ഗേജ് ഇസ് ഡിഫൈൻഡ് ആസ്. പിച്ചിൻ്റെ വാല്യൂ നമ്മൾ തന്നിട്ട് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു, പക്ഷേ പിച്ച് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ക്രൂ ഗേജിൽ ഒരു മെയിൻ സ്കെയിൽ ഉണ്ടാവും, അതിൽ കുറേ ഡിവിഷൻസ് ഉണ്ടാവും, പിന്നെ ഒരു സർക്കുലാർ സ്കെയിലും കൂടെ അതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സർക്കുലാർ സ്കെയിലിനെ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെയിൻ സ്കെയിലിൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് കാണിക്കുന്ന വാല്യൂ ആണ് പിച്ച് ഓഫ് എ സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് സർക്കുലാർ സ്കെയിലിൽ നമ്മൾ ഒരു റൊട്ടേഷൻ നടത്തുമ്പോൾ ലീനിയർ ഡിസ്റ്റൻസ് എത്ര അത് മൂവ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ് പിച്ച്. ഓക്കെ. നോ സെൻസിറ്റിവിറ്റി ഓഫ് എ ബാലൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് എബിലിറ്റി ടു ഡാഷ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റക്ട് എ സ്മോൾ ഡിഫറൻസ് ഇൻ മാസ് produce large deflection for small mass change.
അതായത് വേറൊന്നുമല്ല, നമ്മൾ ഒരു ഇൻപുട്ട് നമുക്ക് സ്ലൈറ്റ് ആയിട്ടെങ്കിലും ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അതായത് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ഇൻ ദ നമ്പർ? ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിനു വേണ്ടി കുറച്ച് റൂൾസ് നമ്മൾ പഠിക്കണം. നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ളതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പറ്റി. അവിടെ ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്, അതായത് മുന്നിൽ കിടക്കുന്ന സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം അങ്ങനെ അങ്ങ് പോകും. 1, 2, 3 എണ്ണം ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. പക്ഷേ ഈ ഡെസിമലിന് ശേഷം വരുന്നത് ആയിട്ടുള്ള സീറോസ്, അതായത് ഒരു വാല്യൂവിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണുള്ളത്, 4, 5, 0. ഓക്കെ, ഇനി മുന്നേ കിടക്കുന്ന സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, സോ ദ ആൻസർ ഈസ് 3. The number 6.022 into 10 raised to 23 has how many significant figures? ഇനി ഇങ്ങനെ വാല്യൂസ് വരുമ്പോൾ ഈ 10 raised to 23 ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വെട്ടിക്കളയാം. പിന്നെ നോക്കിയേ 6.022 ആണ്. ഇത് നോൺ സീറോ നമ്പറാണ്, അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതും നോൺ സീറോ, ഇതും നോൺ സീറോ. ഇനി 2 നോൺ സീറോ നമ്പറിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന 0 ആണ്, അപ്പോൾ ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ്. ഇനി മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 4.237 gram and its volume is 2.51 centimeter cube. Applying the correct rule of significant figures, the density is expressed as. ഇന്ന് നോക്കി, ഇതിനകത്ത് ഡെൻസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡെൻസിറ്റി = മാസ് ബൈ വോളിയം ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ടൈം ലാഭിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള വാല്യൂസ് എല്ലാം ക്ലോസ് വാല്യൂസാണ്. ആൻഡ് ഓൾസോ നമ്മളോട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഡിവിഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ വരുമ്പോൾ നമ്മളവിടെ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ അത്രയും തന്നെ ഫൈനൽ വാല്യൂവിലും വരണമെന്നാണ് റൂള്. ഓക്കെ, അതായത് ഫൈനൽ വാല്യൂവിൽ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതിനാണോ കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഫൈനൽ ആൻസേഴ്സിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ കുറവുള്ളത് ആർക്കാണ്? ഈ 2.51 ആണ്. അവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഇവിടെ ആണെങ്കിലും 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആൻസേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സി നോക്കിയേ, അവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. വെറുതെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, then in addition and subtraction the result should be expressed with the same number of. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും കേസ് പറഞ്ഞു. അവിടെ ഫൈനൽ ആൻസറിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പക്ഷേ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ ഡെസിമൽ പ്ലേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ എന്താണ്, ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഉള്ള വാല്യൂ ആണ് നമ്മൾ ആൻസറായിട്ട് എടുക്കേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിയേ. 12.345 1.2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13.545 എന്ന് കിട്ടും. ഇവിടെ ഡെസിമൽ വാല്യൂസ് കുറവുള്ള ആർക്കാണ്? ഈ 1.2-നാണ്. ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു വാല്യൂവും കൂടെ നമുക്ക് മതി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിലും ഡെസിമൽ കഴിഞ്ഞ് ഒരു വാല്യൂ മതി. അപ്പോൾ നമ്മൾ 13.5 വരെ എടുക്കുകയുള്ളൂ, 13.545 വരെ എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇനി ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.